നമസ്കാരം. മലയാളം വിഷൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ വയനാട് ജൈന ക്ഷേത്രങ്ങളിലൂടെ സഞ്ചരിക്കുകയാണ്. വയനാട് ജൈൻ റൂട്ടാണ് നമ്മൾ പോകുന്ന ക്ഷേത്രങ്ങൾ. നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ കുറച്ചധികം ക്ഷേത്രങ്ങൾ കണ്ടു. പാലുകുന്ന് ജൈൻ ടെമ്പിളിനോട് ചേർന്ന് തന്നെ വളരെ പ്രശസ്തമായ ഒരു ടെമ്പിളാണ് അഞ്ചുകുന്ന് ജൈനക്ഷേത്രം. ഇതും പാർശ്വനാഥൻ്റെ പേരിലുള്ള ജൈനക്ഷേത്രമാണ്. അഞ്ചുകുന്നിലെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. ജൈനമതത്തിൻ്റെ കേരളത്തിലെ ഏറ്റവും പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നാണ് വയനാട്. വയനാട് പനമരത്തിനടുത്തുള്ള ജൈനക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രസിദ്ധമായതാണ് അഞ്ചുകുന്ന് ജൈനക്ഷേത്രം. അഞ്ചുകുന്ന് പാലുകുന്ന് എന്നറിയപ്പെടുന്ന രണ്ട് ക്ഷേത്രങ്ങൾ തമ്മിൽ കേവലം 3 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. ഇതിൽ പാലുകുന്ന് ജൈനക്ഷേത്രത്തെക്കുറിച്ച് നമ്മൾ മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇരു ക്ഷേത്രങ്ങളിലെയും പ്രതിഷ്ഠ ജൈനമതത്തിലെ ഇക്കാലഘട്ടത്തിലെ 24 തീർത്ഥങ്കരന്മാരിൽ 23ാമനായ പാർശ്വനാഥനാണ്. ശിരസിൽ ഫണത്തോടുകൂടിയ രൂപങ്ങളിലാണ് പാർശ്വനാഥനെ കാണാൻ സാധിക്കുക. BC 7-8 നൂറ്റാണ്ടിൽ, കൃത്യമായി പറഞ്ഞാൽ അവസാന തീർത്ഥങ്കരനായ മഹാവീരന് 273 വർഷങ്ങൾക്ക് മുമ്പാണ് വാരണാസിയിൽ ഇക്ഷ്വാകു വംശത്തിൽ അശ്വസേനനും വാമദേവിക്കും പാർശ്വനാഥൻ പിറക്കുന്നത്. അഞ്ചുകുന്നിലെ പാർശ്വനാഥ പ്രതിഷ്ഠ സൂചിപ്പിക്കുന്നത് കേരളത്തിലെ ജൈനമത പാരമ്പര്യത്തിൻ്റെ ഗരിമയിലേക്കാണ്. കേരള സംസ്കാരത്തിന്, വിശേഷിച്ച് വിദ്യാഭ്യാസത്തിന് ജൈനമതം നൽകിയ സംഭാവനകൾ വേണ്ടത്ര പ്രാധാന്യം നൽകി കാണുന്നില്ല. കേരളത്തിലെ അധികം വരുന്ന ജൈനമതസ്ഥർ താമസിക്കുന്നത് വയനാട്ടിലാണ്. അഹിംസ വ്രതമാക്കിയ ഇവർ സസ്യാഹാരികളും സത്യസന്ധരും, തൊഴിലിൽ, വിശേഷിച്ച് കച്ചവടത്തിൽ മികച്ച വിജയം നേടിയവരുമാണ്. ഇന്ത്യയിലെ ബിസിനസ്സുകാരിൽ ഏറ്റവും പ്രധാന സ്ഥാനം അലങ്കരിക്കുന്ന ഏതാണ്ട് എല്ലാവരും ജൈനമതസ്ഥരാണ് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ചാണക്യബുദ്ധിയുടെ സഹായത്താൽ അധികാരത്തിലേറിയ ചന്ദ്രഗുപ്ത മൗര്യ സാമ്രാജ്യം സ്ഥാപിക്കുകയും തൻ്റെ ഭരണകാലഘട്ടത്തിനൊടുവിൽ സ്ഥാനത്യാഗം ചെയ്യുകയും ഭദ്രബാഹു എന്ന ജൈന സന്യാസിയോടൊപ്പം ദക്ഷിണ ഇന്ത്യയിലേക്ക്, അതായത് ഇന്നത്തെ ശ്രാവണ ബെലഗോളയിലേക്ക് വരികയും ചെയ്തു എന്നാണ് കരുതപ്പെടുന്നത്. ശേഷിച്ച കാലം ജൈനമത തത്വങ്ങൾ അനുഷ്ഠിച്ച് ഒരു ജൈനമുനിയായി ജീവിക്കുകയും സല്ലേഖന അഥവാ ഭക്ഷണം ഉപേക്ഷിച്ച് പതിയെ മരണം വരിക്കുന്ന ജൈനാചാര്യം അനുഷ്ഠിച്ച് ജീവിത വിജയം നേടിയെന്നുമാണ് വിശ്വസിക്കപ്പെടുന്നത്. ശ്രാവണ ബെലഗോളയിൽ നിന്ന് പിൽക്കാലത്ത് വിവിധ കാരണങ്ങളാൽ വയനാട്ടിലേക്ക് കുടിയേറിയവരാണ് ജൈനമതസ്ഥർ. വയനാടിൻ്റെ കാർഷിക വിദ്യാഭ്യാസ മേഖലയിൽ ഗണ്യമായ സംഭാവനകൾ നൽകാൻ ജൈനർക്ക് കഴിഞ്ഞു എന്നത് എടുത്തു പറയേണ്ടതാണ്. 2500 വർഷങ്ങളിലേറെയായി തങ്ങളുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നതിൽ ഇവർ പ്രതിജ്ഞാബദ്ധരാണ്. രാജ്യത്തെ 2ാമത്തെ ജൈൻ സർക്യൂട്ട് വയനാട്ടിൽ പ്രഖ്യാപിച്ചപ്പോൾ അതിൽ ഈ ക്ഷേത്രങ്ങളെല്ലാം ഉൾപ്പെട്ടത് ജൈനമത വിശ്വാസികൾ ഇന്നും പുലർത്തുന്ന നിഷ്ഠകളുടെ നേർസാക്ഷ്യമാണ്. അതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളിൽ ഒന്നുകൂടിയാണ് അഞ്ചുകുന്നിലെ ശ്രീ പാർശ്വനാഥ ജൈനക്ഷേത്രം. ജൈനമതത്തിൽ 2 സെക്റ്റുകളാണ് പ്രധാനമായിട്ടുള്ളത്. ശ്വേതാംബരർ അല്ലെങ്കിൽ വെള്ളവസ്ത്രം ധരിക്കുന്നവർ, ദിഗംബരർ ആകാശത്തെ വസ്ത്രമാക്കിയവർ. ഇതിൽ ദിഗംബര വിഭാഗത്തിൻ്റേതാണ് അഞ്ചുകുന്നിലെ പാർശ്വനാഥ ജൈനക്ഷേത്രം. അഞ്ചുകുന്ന് ജൈനക്ഷേത്രത്തെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തയാഴ്ച മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.